ഹായ് നമസ്കാരം, ഞാൻ സലിം ബാബി. ഹാപ്പി ക്രിസ്മസ്. ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. അപ്പോൾ ഇന്ന് രാവിലെ സ്റ്റാൻഡിൽ വണ്ടി കൊണ്ടുവിടുകയും അതിനൊപ്പം 2-3 പേര് വന്നിട്ട് എൻ്റെ വണ്ടി വിളിക്കുകയും ഞാൻ ഫ്രണ്ടിലോട്ട് എടുത്ത് അവർ കയറാൻ പോയപ്പോൾ തന്നെ അതിലൊരാൾ പറഞ്ഞു, ഈ വണ്ടിയല്ല, നമ്മൾ യൂബർ വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ റിവേഴ്സ് എടുക്കുകയും വണ്ടി സ്റ്റാൻഡിൽ അവിടെ തന്നെ ഇടുകയും ചെയ്തു. അപ്പോൾ യൂബർ എന്ന് വിചാരിച്ചപ്പോൾ കാറാണ് എന്നാണ് ഞാൻ വിചാരിച്ചപ്പോൾ ചേച്ചി പോയിക്കോ കുഴപ്പമില്ല എന്ന് പറയുകയും ചെയ്തു. അതിനുശേഷം കാറല്ല വന്നത്, യൂബർ ഓട്ടോറിക്ഷയാണ് വന്നത്. ഒരു ഓട്ടോ സ്റ്റാൻഡിൽ നമ്മൾ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ കിടക്കും. ഇവിടെ അങ്ങനെ 7-9 ഓട്ടോറിക്ഷയേ ഉള്ളൂ. വലിയ സിറ്റി ഒന്നുമല്ല, ഗ്രാമമാണ്. അപ്പോൾ നമ്മൾ ഈ തൃക്കവരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ ഓട്ടോറിക്ഷ കിടക്കുന്നത്. അപ്പോൾ വണ്ടി യൂബർ ഓട്ടോറിക്ഷ വരികയും അതിനകത്ത് അവർ കയറുകയും ചെയ്തു. അപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ച്, ഡ്രൈവറോടാണ് ചോദിച്ചത്, ഇത് ചെയ്യാൻ ശരിയാണ്? നമ്മുടെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ഒരു ഓട്ടോ കിടക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ അത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, എന്നെ വിളിച്ചതാണ്, ഞാൻ വീട്ടിലിരിക്കണമായിരുന്നു. അപ്പോൾ ഇവർ വിളിച്ചാൽ അപ്പം ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടല്ലോ അറിയാമല്ലോ എന്ന് പറയുകയും ചെയ്തു. അദ്ദേഹം അതൊന്നും സ്വന്തം നാട്ടിലുള്ള ആളാണ് ഇത് ചെയ്തത്. അതാണ് ഏറ്റവും വലിയ സങ്കടം. പുറത്തുനിന്ന് ഒരാളാണ് വന്നിരുന്നെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അതിന് കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നു. അതൊന്നുമില്ല, സ്വന്തം നാട്ടിൽ ആ ഓട്ടോ സ്റ്റാൻഡിൽ അവർ വന്ന് വണ്ടി എടുക്കണമെങ്കിൽ അത്രയും ഇത് പിൻബലം ആര് കൊടുത്തു എന്നാണ് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ചെറിയ ചെറിയ ഓട്ടങ്ങളാണ് നമുക്കിവിടെ ഉള്ളത്. 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഒരു ഓട്ടം വരുന്നത്. അപ്പോൾ എനിക്ക് ദൈവത്തെ ഓർത്ത് ഞാൻ യൂബർ ഓടിക്കുന്ന സഹോദരന്മാരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ യൂബർ ഓടിക്കേണ്ടതെന്ന് ഞാൻ പറയണില്ല. യൂബർ ഓട്ടോറിക്ഷ ഓടിച്ചോളൂ, അത് എല്ലാവരും സ്വാതന്ത്ര്യമാണ്. അപ്പോൾ എനിക്ക് എവിടെ വേണമെങ്കിലും പോകാം. പക്ഷെ ഒരു ഓട്ടോ സ്റ്റാൻഡിൽ വന്നിട്ട് ദയവ് ചെയ്ത് നിങ്ങൾ ആളെടുത്ത് പോകരുത്. കാരണം നിങ്ങളെപ്പോലെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഓട്ടോ സ്റ്റാൻഡിൽ വന്ന് കിടന്ന് അവർ ഓരോ ഓട്ടം വിളിക്കുമ്പോൾ പോയി അരി മേടിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. നമുക്ക് ഭാര്യയും മക്കളും അതുപോലെ തന്നെ അമ്മയൊക്കെ ഉള്ളതാണ്. അപ്പോൾ കൈനീട്ടം വരുന്നു ആദ്യത്തെ, അതുകൊണ്ടാണ് ഇത്രയും പറയാൻ കാരണം. അപ്പോൾ നമ്മളൊരു ക്രിസ്മസ് ആകുമ്പോൾ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് സ്റ്റാൻഡിൽ വന്നത്. അപ്പോൾ ആ സ്റ്റാൻഡിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ ഒരിക്കലും ഒരു യൂബർ ഓട്ടോറിക്ഷ അവർ വെയിറ്റ് ചെയ്തില്ല. ഒരു ഹോസ്പിറ്റൽ കേസ് വേണമെങ്കിൽ ഞങ്ങൾ തന്നെ വരണം. ഞങ്ങൾ പോയിട്ടുണ്ട്, ഞാൻ ഒത്തിരി ഹോസ്പിറ്റൽ കേസിന് പോയിട്ടുണ്ട്, വെയിറ്റ് ചെയ്തിട്ടുണ്ട്, അവർ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയണതെന്ന് വെച്ചാൽ, നമ്മൾ ദയവ് ചെയ്ത് ഓട്ടോറിക്ഷ യൂബർ ഓടിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. സ്റ്റാൻഡിൽ വന്ന് നിങ്ങൾ ഓടണ്ട, നിങ്ങൾക്ക് ഓടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതെവിടെ വേണമെങ്കിലും ഓടിക്കും. ഞാൻ സ്റ്റാൻഡിൽ വന്ന് ദയവ് ചെയ്തെടുക്കാതിരിക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇന്ന് ആ ചെയ്ത അവനോട് എനിക്ക് പറയാനുള്ളത്, അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, എനിക്കറിയുന്ന ഒരാളായതുകൊണ്ടാണ് ഇത്രയും ഞാനത് പറയാൻ കാരണം. അപ്പോൾ അത് അവൻ ചെയ്തത് ശരിയല്ല, ഓട്ടോ ഡ്രൈവർ ചെയ്തില്ല. കാക്കി പോലും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം. കാക്കി പോലും ഇടാതെയാണ് യൂബർ വണ്ടി ഓടിച്ച് വന്നത്. അപ്പോൾ നമ്മൾ ഒരു വണ്ടിയെ ബഹുമാനിക്കുകയും അത് കാക്കിയിട്ട് വണ്ടി ഓടിക്കുകയും ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ഡ്രൈവറാണെന്ന് അറിയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ 2000-3000 കോടി എത്തും യൂബറാകുമ്പോൾ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നിങ്ങൾക്ക് യൂബർ ഓടിക്കൂടെ എന്ന്. പക്ഷേ നമ്മുടെ സാധാരണക്കാരുടെ വിഷമം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ യൂബർ ഓടാത്തത്. അവർക്കൊന്ന് ഹോസ്പിറ്റലിലോട്ട് ഒന്ന് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടത്, അല്ല 1 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ചെയ്യണ്ടേ? അത് ഓരോ ഓട്ടോ തൊഴിലാളി, നല്ല മനസ്സുള്ള ഒത്തിരി ഓട്ടോ തൊഴിലാളികളുണ്ട്, അവർ വെയിറ്റ് ചെയ്യും. സാധാരണക്കാരന് വേണ്ടിയാണ് ഓട്ടോറിക്ഷ. യൂബർ എന്ന് പറയുമ്പോൾ അവർ വീട്ടിലിരുന്ന് ഞെക്കി വിളിച്ച് വന്നിരിക്കുന്ന ആൾക്കാരാണ്. പൈസ ഉള്ള ആൾക്കാർ കൂടുതലും വിളിക്കുന്ന യൂബറാണ്. അപ്പോൾ അതിൽ യൂബർ വിളിച്ചു പോകണമെങ്കിൽ വളരെ സന്തോഷം. അവർക്കും ഒരു തൊഴിൽ വേണം, അവർക്ക് വരുമാനം വേണം. ഇതൊന്നും ഞാൻ നിഷേധിച്ചിട്ടില്ല. അപ്പോൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. താങ്ക് യു.